PVS റേഡിയോ മലയാളം. കേട്ടില്ലേ വിശേഷം? നമസ്കാരം. PVS റേഡിയോ മലയാളം 5ാമത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. ആദ്യം കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ക്യാപ്റ്റൻ ദേവരാജ് PC നൽകുന്ന സന്ദേശം. എല്ലാവർക്കും നമസ്കാരം. PVS കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് റേഡിയോ മലയാളത്തിൻ്റെ 5ാമത്തെ പ്രക്ഷേപണമാണ് ഇന്ന് നിങ്ങൾക്ക് മുൻപിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്നത്. ഇതിനു മുൻപ് നടത്തിയിരിക്കുന്ന 4 എപ്പിസോഡുകളിലും ഞങ്ങളുടെ വിദ്യാർത്ഥികൾ ഉന്നതമായ നിലവാരം പുലർത്തിയെന്ന് ഞങ്ങൾ നിങ്ങൾക്ക് മുമ്പാകെ അവകാശപ്പെടുകയാണ്. ഈ എഡിഷനിൽ ഞങ്ങൾ ചെയ്യുന്നത് പുതിയ കുട്ടികൾ 1ാം വർഷവും 2ാം വർഷവും വരുന്ന പുതിയ കുട്ടികൾക്ക് കൂടി പ്രക്ഷേപണ രംഗത്ത് പ്രാവീണ്യം നേടിക്കൊടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ്. മാത്രവുമല്ല, ഞങ്ങളുടെ കോളേജിൽ പുതുതായി ആരംഭിച്ച ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് കുട്ടികൾക്ക് കുറച്ചുകൂടി അവരുടെ മേഖലയിൽ പ്രാവീണ്യം സമ്പാദിച്ചു കൊടുക്കുക എന്നുള്ളൊരു ഉദ്ദേശം കൂടിയുണ്ട്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ അഫിലിയേറ്റ് ചെയ്ത ചുരുക്കം കോളേജുകൾ 1ഓ 2ഓ ഉള്ളതിൽ ഏറ്റവും ആദ്യത്തെ കോളേജ് കൂടിയാണ് ഇത്തരത്തിലുള്ള ഒരു ക്യാമ്പസ് റേഡിയോയിലൂടെ ഞങ്ങൾ അവതരിപ്പിക്കുന്നത്. മറ്റ് കാര്യങ്ങൾ നിങ്ങളുടെ കുട്ടികൾ വളരെ വ്യക്തമായി കോളേജിൻ്റെ സമഗ്രമായ പ്രവർത്തന റിപ്പോർട്ടുകളും മറ്റു കാര്യങ്ങളും അവിടെ കലാപരമായ സാഹിത്യപരമായ സർഗചേതനകളെ ഉണർത്തുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ നേർന്നുകൊണ്ട് ജയ് ഹിന്ദ്. കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ക്യാപ്റ്റൻ ദേവരാജ് PC നൽകിയ സന്ദേശമാണ് ഇതുവരെ കേട്ടത്. PVS റേഡിയോ മലയാളം. കേട്ടില്ലേ വിശേഷം? ഇനിയൊരു ലളിതഗാനം പാടുന്നത് തീർത്ത സൂരജ്. നീർമാതളപ്പൂവേ നിന്റെ ഉള്ളിനുള്ളിൽ നീറുന്ന സ്വപ്നങ്ങളുണ്ടോ? നീർമാതളപ്പൂവേ നിന്റെ ഉള്ളിനുള്ളിൽ നീറുന്ന സ്വപ്നങ്ങളുണ്ടോ? നിന്നെക്കുറിച്ചേതോ ചിങ്ങനിലാക്കിളി പിന്നെയും പിന്നെയും പാടാറുണ്ടോ? എങ്ങു നിന്നോ വരും മാരിവിൽ ചിന്തുകൾക്കെന്നും നിന്നോട് പ്രണയമുണ്ടോ? പ്രണയമുണ്ടോ? നീർമാതളപ്പൂവേ നിന്റെ ഉള്ളിനുള്ളിൽ നീറുന്ന സ്വപ്നങ്ങളുണ്ടോ? കന്നിമഴക്കാറ്റിൽ വന്നിറങ്ങാനൊരു സ്വർണവേഴാമ്പലുണ്ടോ? കന്നിമഴക്കാറ്റിൽ വന്നിറങ്ങാനൊരു സ്വർണവേഴാമ്പലുണ്ടോ? നിന്നെ മനസ്സിൽ വച്ചെന്നും കരയുന്ന കണ്ണുനീർയാമങ്ങളുണ്ടോ? നിന്നെ മനസ്സിൽ വച്ചെന്നും കരയുന്ന കണ്ണുനീർയാമങ്ങളുണ്ടോ? എങ്കിലും ഓർമ്മകൾ കൂട്ടുകൂടാൻ വരും മുന്തിരി വള്ളികളുണ്ടോ? മുന്തിരി വള്ളികളുണ്ടോ? നീർമാതളപ്പൂവേ നിന്റെ ഉള്ളിനുള്ളിൽ നീറുന്ന സ്വപ്നങ്ങളുണ്ടോ? നീർമാതളപ്പൂവേ നിന്റെ ഉള്ളിനുള്ളിൽ നീറുന്ന സ്വപ്നങ്ങളുണ്ടോ? തീർത്ത സൂരജ് പാടിയ ലളിതഗാനമാണ് ഇതുവരെ കേട്ടത്. ഇനി കേൾക്കാം വാർത്താവിശേഷം.
PVS റേഡിയോ മലയാളം വാർത്താവിശേഷം വായിക്കുന്നത് ആദിത്യൻ. നമസ്കാരം. പ്രധാന വാർത്തകൾ. കോളേജിലെ സ്റ്റുഡിയോ ആൻഡ് മീഡിയ ലാബിൻ്റെ ഉദ്ഘാടനം പിന്നണി ഗായകൻ അതുൽ നറുകര നിർവഹിച്ചു. 2025-26 വർഷത്തെ കോളേജ് യൂണിയൻ മുൻമന്ത്രിയും MLA-യുമായ അഹമ്മദ് ദേവർഗോവിൽ ഉദ്ഘാടനം ചെയ്തു. കോളേജ് NSS യൂണിറ്റ് സപ്തദിന സഹവാസ ക്യാമ്പ് സംഘടിപ്പിച്ചു. മലയാള ബിരുദാനന്തര ബിരുദ വിഭാഗവും ഹിന്ദി ഡിപ്പാർട്ട്മെൻറ്റും ഒരുക്കുന്ന ഇന്റർ കൊളീജിയറ്റ് തിരക്കഥാരചന വിവർത്തന ശില്പശാല ഈ മാസം 19-ന് നടക്കും. കോളേജിൽ വാർഷിക കായികമേള വിപുലമായി നടന്നു. വാർത്തകൾ വിശദമായി. ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ വിഭാഗം പഠനങ്ങളുടെ ഭാഗമായി കോളേജിൽ സ്റ്റുഡിയോ മീഡിയ ലാബ് തുറന്നു. ഗായകൻ അതുൽ നറുകര സ്വന്തം ഗാനങ്ങൾ പാടി ഉദ്ഘാടനം നിർവഹിച്ചു. പ്രൊഫസർ ക്യാപ്റ്റൻ ദേവരാജ് PC അധ്യക്ഷനായി. കൂടുതൽ വിവരങ്ങൾക്കായി റേഡിയോ മലയാളം റിപ്പോർട്ടർ അഫീസ് അലി ചേരുന്നു. സത്യജിത്ത് റോയ് മീഡിയ ആൻഡ് എക്സ്പെരിമെൻറ്റേഷൻ ലാബ് എന്ന് നാമകരണം ചെയ്തിരിക്കുന്ന മീഡിയ ലാബിൽ ക്യാമറ പ്രൊഡക്ഷൻ, എഡിറ്റിംഗ് പരിശീലനങ്ങളും LED സ്ക്രീനും ഡോൾബി അറ്റ്മോസ് തുടങ്ങിയ ആധുനിക സംവിധാനങ്ങൾ ഒത്തുചേരുന്നുണ്ട്. ഓഡിയോ റെക്കോർഡിംഗ് വൈകാതെ ആരംഭിക്കുമെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു. 2025-26 വർഷത്തെ കോളേജ് യൂണിയൻ മുൻമന്ത്രിയും MLA-യുമായ അഹമ്മദ് ദേവർഗോവിൽ ഉദ്ഘാടനം ചെയ്തു. ഫൈൻ ആർട്സിന്റെ ഉദ്ഘാടനം നടനും മിമിക്രി താരവുമായ പ്രദീപ് ബാലൻ നിർവഹിച്ചു. കൂടുതൽ വിവരങ്ങൾക്കായി റേഡിയോ മലയാളം റിപ്പോർട്ടർ മുഹമ്മദ് ഇർഷാദ് ചേരുന്നു. ഫൈൻ ആർട്സ് ഡേയോടനുബന്ധിച്ച് വിവിധ ഇനങ്ങളിൽ മത്സരങ്ങൾ നടന്നു. 1, 2, 3 വർഷ ഡിഗ്രി അടിസ്ഥാനത്തിൽ 3 ടീമുകളായി തിരിച്ചായിരുന്നു മത്സരം. 1-ാം വർഷ വിദ്യാർത്ഥികളുടെ ടീമായ വടക്കേക്കര ഓവറോൾ ട്രോഫി സ്വന്തമാക്കി. ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി തുടങ്ങിയ എല്ലാ ഇനങ്ങളിലും മത്സരങ്ങൾ നടന്നു. 26 ഇനങ്ങളിലായി 33ഓളം വിദ്യാർത്ഥികൾ സർവകലാശാല B സോൺ കലോത്സവത്തിൽ മാറ്റുരയ്ക്കുമെന്ന് ഫൈൻ ആർട്സ് കോർഡിനേറ്റർ രാഗിത രാജ് അറിയിച്ചു. കോളേജ് NSS യൂണിറ്റ് സപ്തദിന സഹവാസ ക്യാമ്പ് സംഘടിപ്പിച്ചു. വയനാട് ചീരാൽ ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ക്യാമ്പ് പഞ്ചായത്ത് മെമ്പർ MS ഫെബിൻ ഉദ്ഘാടനം ചെയ്തു. നാട്ടുകാരുടെയും അധ്യാപകരുടെയും സാന്നിധ്യവും വിവിധ സെഷനുകളും ക്യാമ്പിനെ ശ്രദ്ധേയമാക്കി. മലയാള ബിരുദാനന്തര ബിരുദ വിഭാഗവും ഹിന്ദി വിഭാഗവും ചേർന്ന് ഒരുക്കുന്ന ഇന്റർ കൊളീജിയറ്റ് തിരക്കഥാരചന വിവർത്തന ശില്പശാല സാഹിത്യകാരൻ കൽപ്പറ്റ നാരായണൻ ഉദ്ഘാടനം ചെയ്യും. കൂടുതൽ വിവരങ്ങൾ നൽകാൻ റേഡിയോ മലയാളം റിപ്പോർട്ടർ തീർത്ത സൂരജ് ചേരുന്നു. ഈ മാസം 19-ന് നടക്കുന്ന ശില്പശാലയിൽ തിരക്കഥാരചന, വിവർത്തനം എന്നിവയാണ് ചർച്ചയാവുക. യഥാക്രമം കൽപ്പറ്റ നാരായണൻ, ഡോക്ടർ PK രാധാമണി എന്നിവരാണ് പരിപാടി ഉദ്ഘാടനം ചെയ്യുക. കോഴിക്കോട് സർവകലാശാലയിൽ അഫിലിയേറ്റ് ചെയ്ത എല്ലാ കോളേജുകൾക്കും ശില്പശാലയിൽ പങ്കെടുക്കാം. താൽപ്പര്യമുള്ളവർ കോളേജ് അധികൃതരുമായി ബന്ധപ്പെടണം. വിജയികൾക്ക് പുരസ്കാരങ്ങൾ നൽകുന്നതാണ്. കോളേജിൽ വാർഷിക കായികമേള കഴിഞ്ഞ മാസം 23-ന് നടന്നു. പ്രിൻസിപ്പൽ പ്രൊഫസർ ക്യാപ്റ്റൻ ദേവരാജ് PC ഉദ്ഘാടനം ചെയ്തു. മാർച്ച് പാസ്റ്റിന് ശേഷം 100, 200, 400, 800, 1600, 4000 മീറ്ററുകളിൽ ഓട്ടമത്സരം, ജാവലിൻ ത്രോ, ഷോട്ട്പുട്ട് തുടങ്ങിയ മത്സരങ്ങളും നടന്നു. കായികമേളയിൽ ഗ്രൂപ്പ് 1 ജേതാക്കളായി. കോളേജിൽ നാടക ശില്പശാല നടത്തി. കറ്റ എന്ന് പേരിട്ട നാടക കൂട്ടത്തിന്റെ ലോഗോ നാടകകൃത്ത് ജയശങ്കർ പ്രകാശനം ചെയ്തു. പ്രിൻസിപ്പൽ ക്യാപ്റ്റൻ ദേവരാജ് PC ഉദ്ഘാടനം ചെയ്ത ചടങ്ങിന് ശേഷം നടന്ന ശില്പശാലയിൽ 25ഓളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു. ഉദ്ഘാടന ഭാഷണത്തിൽ നിന്ന് മറ്റ് സ്വഭാവങ്ങളൊക്കെ ആയിക്കഴിഞ്ഞാലും അതിനൊക്കെ സംതൃപ്തപ്പെടുന്ന ഒരു സകല കല എല്ലാം ഉൾച്ചേരുന്ന ഒന്നാണ് നാടകം. അപ്പോൾ അങ്ങനെയുള്ള നാടകത്തെ അഭിനയിച്ച് ഫലിപ്പിക്കാൻ, അങ്ങനെയുള്ള നാടകത്തെ എഴുതാൻ കഴിയുക, അങ്ങനെയുള്ള നാടകത്തെ സംവിധാനം ചെയ്യാൻ പറ്റുക, അതിനെ രംഗത്ത് അവതരിപ്പിക്കുക, ഇതൊക്കെയാണ് നമ്മുടെ ഈ നാടകക്കളരി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. മാത്രവുമല്ല, നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ഇതിന് ഒരുപാട് പ്രാധാന്യമുണ്ട്. ഇപ്പം നിങ്ങൾക്കറിയാം, ഈ B സോൺ പോലുള്ള കലകളിലൊക്കെ നമ്മുടെ നാടകത്തിൻ്റെ അവതരണം, അതിനൊക്കെ ഗ്രേസ് മാർക്ക് ഉണ്ട്. അപ്പോൾ എങ്ങനെയാണിത് വിദ്യാഭ്യാസത്തിൽ വരുന്നത്? അതിന് ഗ്രേസ് മാർക്ക് ഉണ്ട്. അപ്പം കലകളെ അംഗീകരിക്കുന്ന, കലകൾ ചെയ്തിരിക്കുന്ന കുട്ടികളെ അംഗീകരിക്കുന്ന നമ്മുടെ ഭരണ സംവിധാനം ഇവിടെയുണ്ട്. അത് തന്നെയാണ് യൂണിവേഴ്സിറ്റി പോലെയൊക്കെ എല്ലാ കലകൾക്കും കൊടുക്കുന്ന പോലെ നാടകത്തിനും കൊടുക്കുന്നുണ്ട്. അത് തന്നെയാണ് നമുക്ക് ആവശ്യം. 2025-ലെ സാഹിത്യത്തിനുള്ള രവീന്ദ്രരത്ന പുരസ്കാരം നേടിയ ഇംഗ്ലീഷ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ M പ്രസീതയെ സ്റ്റാഫ് ക്ലബിന്റെ നേതൃത്വത്തിൽ അനുമോദിച്ചു. മുഖ്യാതിഥി പന്തിരാങ്കാവ് എഡ്യൂക്കേഷണൽ സൊസൈറ്റി ട്രസ്റ്റി PV നിതീഷ് ഉപഹാരം നൽകി. കുട്ടികളുടെ അവകാശ വാരാചരണത്തിന്റെ ഭാഗമായി RTC ഫോറം അസോസിയേഷൻ ഫോർ വോളണ്ടറി ആക്ഷൻ, PVS കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ശില്പശാല നടത്തി. കോളേജിൽ സ്റ്റാർട്ടപ്പ് ക്ലബിന്റെയും ഇന്നൊവേഷൻ ആൻഡ് എന്റർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് സെന്ററിന്റെയും ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികൾ LED നിർമ്മാണ ശില്പശാല സംഘടിപ്പിച്ചു. മലയാള ബിരുദാനന്തര വിഭാഗവും സാഹിതി ക്ലബും സംയുക്തമായി കേരളപ്പിറവി ആഘോഷ സമാപന സദസ്സ് സംഘടിപ്പിച്ചു. പിന്നണി ഗായിക സിന്ധു പ്രേംകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. കൊമേഴ്സ് വിഭാഗം കൊമേഴ്സ് എഡ്യൂക്കേഷൻ ഇൻ ദ ഇറ ഓഫ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന വിഷയത്തിലും ഇംഗ്ലീഷ് വിഭാഗം AI ഫോർ ലിറ്ററേച്ചർ സ്റ്റുഡൻസ് എന്ന വിഷയത്തിലും സെമിനാർ സംഘടിപ്പിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. കോളേജിലെ സ്റ്റുഡിയോ ആൻഡ് മീഡിയ ലാബിന്റെ ഉദ്ഘാടനം പിന്നണി ഗായകൻ അതുൽ നറുകര നിർവഹിച്ചു. 2025-26 വർഷത്തെ കോളേജ് യൂണിയൻ മുൻമന്ത്രിയും MLA-യുമായ അഹമ്മദ് ദേവർഗോവിൽ ഉദ്ഘാടനം ചെയ്തു.
കോളേജ് NSS യൂണിറ്റ് സപ്തദിന സഹവാസ ക്യാമ്പ് സംഘടിപ്പിച്ചു. മലയാള ബിരുദാനന്തര ബിരുദ വിഭാഗവും ഹിന്ദി ഡിപ്പാർട്ട്മെന്റും ഒരുക്കുന്ന ഇന്റർ കൊളീജിയറ്റ് തിരക്കഥാരചന വിവർത്തന ശില്പശാല ഈ മാസം 19 നടക്കും. കോളേജിൽ വാർഷിക കായികമേള വിപുലമായി നടന്നു. ഇതോടെ വാർത്തകൾ സമാപിച്ചു. PVS റേഡിയോ മലയാളം ഇതോടെ ഈ പ്രക്ഷേപണം സമാപിച്ചു. ക്യാമ്പസ് വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും വരാം. നമസ്കാരം.